ഓക്കെ, അപ്പം ക്യാഷ് മാനേജ്മെൻറ്റിൽ നമ്മളെന്താണ് ക്യാഷ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, മീനിങ്സ് എന്താണ്, അതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടെക്നിക്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ക്യാഷ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് എങ്ങനെയൊക്കെയാണ്? അപ്പോൾ ക്യാഷ് മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ നമ്മളുടെ ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസ് സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ള ക്യാഷ് ബാലൻസ്, മിനിമം ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. അതൊരിക്കലും എക്സസീവും ആയിരിക്കരുത്, ആൻഡ് അത് ക്യാഷിൻ്റെ ഷോർട്ടേജും ഉണ്ടായിരിക്കരുത്. ഈ രണ്ട് സിറ്റുവേഷൻസും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ക്യാഷ് മാനേജ്മെൻറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. നമുക്കപ്പം ഒരു ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് നമ്മൾ എക്സസീവായിട്ടുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ എക്സസീവായിട്ടുള്ള ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ നമുക്ക് ഐഡിയൽ ഫണ്ട് ഒരുപാടുണ്ടായിരിക്കും. നമ്മൾ വെറുതെ ആവശ്യത്തിൽ കൂടുതൽ ക്യാഷ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഐഡിൽ, കെപ്റ്റ് ആസ് ഐഡിൽ. അത് നമുക്ക് മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ റിട്ടേൺ കിട്ടും. അപ്പം എക്സസീവായിട്ട് ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള പർപ്പസസിൽ എൻഗേജ് ചെയ്യിക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് ഓഫർ ചെയ്യുന്ന വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോസ് ഉണ്ടാകാം. അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് മണി. ഓക്കെ, ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ക്യാഷ് ബാലൻസ് എടുക്കുകയാണെങ്കിലും ക്യാഷ് ബാലൻസിന് ഓൾവേസ് ഹാവ് എ ഓൾട്ടർനേറ്റീവ്സ്, ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ ഹാവ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമുക്ക് നമ്മുടെ ക്യാഷ് ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റിട്ടേണും അത് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേണും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മളുടെ കറക്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷ് ബാലൻസ് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ടെക്നിക്സാണ് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ക്യാഷ് മാനേജർ അല്ലെങ്കിൽ ഫിനാൻസ് മാനേജറാണ് സാധാരണ ക്യാഷ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, നമുക്ക് നമ്മളുടെ ക്യാഷ് ബാലൻസ് മിനിമം ലെവലിൽ ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് 3 ആക്ടിവിറ്റീസാണ് അല്ലെങ്കിൽ 3 ടെക്നിക്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സിങ്ക്രണൈസിങ് ക്യാഷ് ഫ്ലോസ്, സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത്. ദെൻ ആക്സിലറേറ്റ് ക്യാഷ് കളക്ഷൻ ആൻഡ് ഡിലേ ക്യാഷ് ഡിസ്പേഴ്സ്മെൻറ്റ്. ഓക്കെ, ഇങ്ങനെ 3 മെത്തേഡ്സാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിങ്ക്രണൈസിങ് ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാഷ് ഇൻഫ്ലോ ആസ് വെൽ ആസ് ക്യാഷ് ഔട്ട് ഫ്ലോ സിങ്ക്രണൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുക, അതിൻ്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ. ദെൻ ആക്സിലറേറ്റ് ക്യാഷ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ഏതൊക്കെ മെത്തേഡ് കളക്ട് ചെയ്യാനുണ്ടോ, നമുക്ക് ഡെറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് ക്യാഷ് കളക്ട് ചെയ്യാനുണ്ടായിരിക്കും, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യേണ്ടത് അതിനെ ആക്സിലറേറ്റ് ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യുന്ന സ്പീഡപ്പ് ചെയ്യുക. ദെൻ ഡിലേ ക്യാഷ് ഡിസ്പേഴ്സ്മെൻറ്റ്, നമുക്ക് പേയ്മെൻറ്റ് നടത്താനുണ്ടായിരിക്കും, വേരിയസ് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ടാകും. എംപ്ലോയീസിന് പേയ്മെൻറ്റ്സ് നടത്തേണ്ടതുണ്ടാകും, ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് നടത്തേണ്ടതുണ്ടാകും, ഈവൻ സപ്ലയേഴ്സിന് നമുക്ക് പേയ്മെൻറ്റ്സ് നടത്തേണ്ടതുണ്ടാകും. അപ്പോൾ ഈ ക്യാഷ് ഡിസ്പേഴ്സ്മെൻറ്റ് നമുക്ക് ഡിലേ ചെയ്തുകൊണ്ടും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, മിനിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ സിങ്ക്രണൈസിങ് ക്യാഷ് ഫ്ലോസ് ആണ്. സിങ്ക്രണൈസിങ് ക്യാഷ് ഫ്ലോസ്. ഓക്കെ, സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ക്യാഷ് ഇൻഫ്ലോസ് ആണെങ്കിലും ഔട്ട് ഫ്ലോസ് ആണെങ്കിലും സെയിം ക്യാഷ് ഫ്ലോ സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 days ആണ് അല്ലെങ്കിൽ 2 weeks ആണ് നമുക്ക് സപ്ലയർ തരുന്ന പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് പേയ്മെൻറ്റ് പീരീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 weeks ആണ് സപ്ലയർ പേയ്മെൻറ്റ് പീരീഡ് തരുന്നത്. പക്ഷേ നമ്മൾ ഡെപ്റ്റേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് പീരീഡ് 3 weeks ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ
നമ്മൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 വീക്സിനുള്ളിൽ സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. എന്നാൽ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് അവർ 3 വീക്സ് ഉള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. അപ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കും, നമ്മളുടെ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പേയ്മെൻറ്റ് സപ്ലയർക്ക് കൊടുക്കുന്ന ആ സ്പീഡ് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്നില്ല. 2 വീക്സും 3 വീക്സുമാണ്, 1 വീക്കിൻ്റെ ഡിഫറൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1 വീക്ക് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അൺസിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും. ഇവിടെ നമ്മളുടെ കയ്യിലുള്ള പേയ്മെൻറ്റ്സ് പെട്ടെന്ന് കൊടുക്കുന്നുണ്ട്, എന്നാൽ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള പേയ്മെൻറ്റ്സ് നമുക്ക് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ ഒരു എഫക്റ്റീവ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ദറ്റ് ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ദ ക്യാഷ് ഔട്ട്ഫ്ലോസ് ആൻഡ് ഇൻഫ്ലോസ്. സൈമൾട്ടേനിയസ് ഡേയ്സിൽ നമുക്ക് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഉണ്ടായിരിക്കണം. നമുക്ക് എപ്പോഴൊക്കെയാണോ ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നത് അല്ലെങ്കിൽ സപ്ലയർ നമുക്ക് തരുന്ന ക്രെഡിറ്റ് പീരീഡ് എത്രയാണോ അതിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഡെപ്റ്റേഴ്സിന് കൊടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത്. സെയിം ക്യാഷ് ഫ്ലോ സൈക്കിൾ ആയിരിക്കണം നമ്മളുടെ പേയ്മെൻറ്റിനും, അതായത് നമ്മളുടെ ക്യാഷ് ഡിസ്പേഴ്സ്മെൻറ്റിനും നമ്മളുടെ ക്യാഷ് കളക്ഷനും സെയിം ക്യാഷ് ഫ്ലോ സൈക്കിൾ ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ സിങ്ക്രണൈസിങ് ക്യാഷ് ഫ്ലോ, നമ്മളുടെ ക്യാഷ് ഔട്ട്ഫ്ലോസ് സിങ്ക്രണൈസ് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ ആക്സിലറേറ്റിംഗ് ക്യാഷ് റെസീപ്റ്റ്. എങ്ങനെയാണ് നമ്മളുടെ ക്യാഷ് റെസീപ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ക്യാഷ് റെസീപ്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ നമ്മൾ സെയിൽസ് ചെയ്യുന്നത് വഴി നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ്സ് നടത്തുന്നുണ്ടാകും. ഇതെങ്ങനെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാം? ഇതെങ്ങനെയാണ് സാധാരണ നമുക്ക് സിമ്പിളായിട്ട് ആലോചിച്ചാൽ കിട്ടുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. വേരിയസ് ഡിസ്കൗണ്ട് നമ്മൾ ഏർലി പേയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട്സ് കൊടുക്കാറുണ്ട്. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റീസിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, ബൾക്ക് പർച്ചേസസിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഏർലി പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്, ഓർ അതർ ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ക്വാണ്ടിറ്റി എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനും അവർക്കൊരു കോൺഫിഡൻസ് നമ്മളുടെ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനും വേണ്ട ടെക്നിക്സാണ്. സെയിം മെത്തേഡ് തന്നെ നമുക്ക് ക്യാഷ് റെസീപ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഫിനാൻസ് മാനേജറാണ് ഒരു ഓർഗനൈസേഷൻ്റെ ക്യാഷ് റെസീപ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നത് പോലെ ക്യാഷ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുന്ന പേഴ്സൺ, ഓതറൈസ് ചെയ്തിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. സോ ഈ ഷുഡ് ടേക്ക് ദ നെസസറി സ്റ്റെപ്സ് ഫോർ സ്പീഡ് അപ്പ് ദ ഓർ റിക്കവർ ദ ഫണ്ട് ഫ്രം ദ ഡെപ്റ്റേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യാം, ദർ ഷുഡ് ബി എ പ്രോപ്പർ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. എങ്ങനെയായിരിക്കണം ഈ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മളുടെ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഡ്യൂ ആയിരിക്കുന്ന ഫണ്ട് ഏർലി നമുക്ക് പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള ചെക്കായിട്ടാണ് ചെക്ക് പേയ്മെൻറ്റ്സ് ആണ് നടത്തുന്നതെന്ന് വയ്ക്കാം. പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് നമുക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ക്യാഷായിട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. അതല്ലാതെ ചില കേസിൽ എന്തുണ്ടായിരിക്കും, ക്യാഷ് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു ദിവസവും ആൻഡ് ഓർഗനൈസേഷൻ അത് ബാങ്കിൽ നിന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മറ്റൊരു ഡേയും ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ നമ്മളുടെ ക്യാഷ് ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ കയ്യിൽ ക്യാഷായിട്ട് ഉള്ള എമൗണ്ടും ചെക്കായിട്ടുള്ള എമൗണ്ടും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. ചെക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ലിക്വിഡ് ഇൻ ദ നേച്ചർ. അപ്പോൾ നമുക്ക് എപ്പോഴാണോ കസ്റ്റമേഴ്സ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് നമുക്ക് അറ്റ് ദ സെയിം ടൈം തന്നെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഓർ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലും എന്തുണ്ടായിരിക്കും, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ദിവസം ഒരു ദിവസം ആൻഡ് അത് ക്യാഷായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് മറ്റൊരു ദിവസമാണെങ്കിൽ അത് നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സിലും റിഫ്ലക്റ്റ് ചെയ്യും. നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ ഇത്തരത്തിൽ ക്യാഷ് റെസീപ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നതിന് ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതിൽ വരുന്ന മേജർ വണ്ണാണ് ലോക്ക് ബോക്സ് സിസ്റ്റം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ നേച്ചർ. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ലോക്ക് ബോക്സ് വാട്ട് മീൻ? ആ ഒരു ടേമിൽ തന്നെ ഉണ്ട് ലോക്ക് ബോക്സ്. നമ്മളുടെ സാധാരണ പോസ്റ്റ് ഓഫീസ് ബോക്സ് സിസ്റ്റം തന്നെയാണ്, ഒരു റെൻറ്റഡ് പോസ്റ്റ് ഓഫീസ് ബോക്സ് സിസ്റ്റം തന്നെയാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ആൻ ലോക്ക്. നോർമലി നമ്മളുടെ ഏരിയാസിലൊക്കെ കാണുന്നത് പോലെ ഒരു പോസ്റ്റ് ഓഫീസ് ബോക്സ് നമ്മളുടെ പെർട്ടിക്കുലർ ഏരിയാസിൽ, ഓർഗനൈസേഷന് എവിടേക്കാണോ കസ്റ്റമേഴ്സ് ഉള്ളത് ആ ഏരിയാസിൽ എന്ത് ചെയ്യും, നമ്മളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഫേം ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഏത് കമ്പനി അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനാണോ ലോക്ക് ബോക്സ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് അവരെന്ത് ചെയ്യും, പർട്ടിക്കുലർ ഏരിയാസിൽ, അവർക്ക് കസ്റ്റമേഴ്സ് കൂടുതലുള്ള ഏരിയാസിൽ എന്ത് ചെയ്യും, ഈ ഒരു ലോക്ക് ബോക്സ് സിസ്റ്റം ഫിക്സ് ചെയ്യുന്നു. അതായത് ജസ്റ്റ് ഒരു പോസ്റ്റ് ഓഫീസ് ബോക്സ് വിത്ത് എ ലോക്ക് ഫിക്സ് ചെയ്യുന്നു. ഇതിനാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്? പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സിന് അവർക്ക് പേയ്മെൻറ്റ് നടത്തേണ്ട ദിവസം എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പേയ്മെൻറ്റ് ഈ ഒരു ലോക്ക് ബോക്സ് സിസ്റ്റത്തിൽ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ലോക്കൽ ബാങ്ക്സ് അല്ലെങ്കിൽ ലോക്കൽ ഏജൻറ്റ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യും ഈ ഒരു ലോക്ക് ബോക്സ് സിസ്റ്റം. ആൻഡ് എപ്പോഴാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ദിവസം സെവറൽ ടൈംസ് ഈ ഒരു ലോക്ക് ബോക്സ് സിസ്റ്റം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ എപ്പോഴാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫണ്ട് ഡയറക്റ്റ്ലി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ലോക്കൽ ഏജൻറ്റ് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതുവഴി എന്താണ് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ കസ്റ്റമർ ഡയറക്റ്റ്ലി നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലേക്ക് പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട്സ് ഓഫ് ഡേയ്സ്. ഇപ്പോൾ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മളുടെ പേയ്മെൻറ്റ് നമുക്ക് റിസീവ് ചെയ്യുന്നത്. എന്നാൽ ഇതുപോലെ നമ്മളുടെ ഈ ഒരു ലോക്ക് ബോക്സ് സിസ്റ്റം നമുക്ക് തരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറവായിരിക്കും. വിത്തിൻ 1 ഡേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, the lock box system is an arrangement of several lock boxes that are strategically placed near geographic clusters of company customers so that aggregate mail time from the customers to the lock boxes is minimized. ഓക്കെ, അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ലോക്ക് ബോക്സ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്? ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ ക്യാഷ് ഡിലേസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക്ക് ബോക്സ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. Once a bank receives a lockbox payment on behalf of a business, a bank representative will collect the total sums of money dropped off on a daily basis from the box. എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമർ നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിന് പേ ചെയ്യേണ്ട എമൗണ്ട് പേയ്മെൻറ്റ് ലോക്ക് ബോക്സ് സിസ്റ്റം വഴി പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യും, നമ്മളുടെ ഒരു ലോക്കൽ ഏജൻറ്റ് ഉണ്ടായിരിക്കും ബാങ്കിൻ്റെ. ആ ബാങ്ക് റെപ്രസെൻറ്റേറ്റീവ് എപ്പോഴും ഈ ഒരു ലോക്ക് ബോക്സ് സിസ്റ്റം ചെക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാങ്ക് റെപ്രസെൻറ്റേറ്റീവ് ഈ ഒരു ഫണ്ട്, ഈ ഒരു സം ഓഫ് മണി നമ്മളുടെ ഡെയിലി ബേസിസിൽ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഈച്ച് പേയ്മെൻറ്റ് ആൻഡ് എനി റെമിറ്റൻസ് ഇൻഫോ ഇൻ ടു ദാറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ആർ സെറ്റ് ടു പ്രോസസ്സ്. അപ്പോൾ എത്ര ടൈം നമുക്ക് ഓരോ കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് നടത്തുന്നതിനനുസരിച്ച് അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ക്യാഷ് ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എങ്ങനെയാണ് നമ്മളുടെ ക്യാഷ് ബാലൻസ് ഓൾവേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു മിനിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് ലോക്ക് ബോക്സ് സിസ്റ്റം. നമ്മളുടെ ഫണ്ട് നമുക്ക് ഡെയിലി ബേസിസിൽ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോക്ക് ബോക്സ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കാലിക്കറ്റിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ് ആൻഡ് അവർക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടത് ബാംഗ്ലൂരിലുള്ളൊരു ഓഫീസിലേക്കാണെന്ന് വിചാരിക്കാം. ബാംഗ്ലൂരിലുള്ളൊരു ഓഫീസ് അല്ലെങ്കിൽ ബിസിനസ്സിലേക്കാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്.
അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്തുന്ന ടൈം ഒരു 2-3 ടൈം നമുക്ക് മെയിൽ ചെയ്യുമ്പം, അതായത് പോസ്റ്റ് ഓഫീസ് വഴി മെയിൽ ചെയ്യുമ്പം എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഗ് ബോക്സ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വിത്തിൻ 1 ഡേ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ കാലിക്കറ്റുള്ള അവരുടെ ലോഗ് ബോക്സ് സിസ്റ്റത്തിൽ നമ്മളുടെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആൻഡ് ആ ഒരു ഫണ്ട് ബാങ്ക് ഏജൻറ്റ് സെയിം ഡേ തന്നെ കളക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ബാംഗ്ലൂരുള്ള ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കും, അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടില്ല, ആൻഡ് ബിസിനസ്സിനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫണ്ട് ടൈംലി ബേസിസിൽ കളക്ട് ചെയ്യാനും കഴിയുന്നുണ്ട്. ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് തന്നെ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ലോഗ് ബോക്സ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ദ മെയിലിംഗ് ടൈം ഓഫ് കസ്റ്റമർ പേയ്മെൻറ്റ്സ്. ദെൻ ഇറ്റ് റെഡ്യൂസസ് ദ ചാൻസ് ഓഫ് ഫ്രോഡ് ഇൻ കളക്ഷൻ പ്രോസസ്സ്. ഒരു ഇൻഡിവിജ്വൽ ഡയറക്റ്റ്ലി പേഴ്സണലി നമ്മളുടെ കയ്യിൽ വന്നിട്ട് ഫണ്ട് കളക്ട് ചെയ്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകാം? ഫ്രോഡിനുള്ള ചാൻസ് കൂടുതലാണ്, തെഫ്റ്റൊക്കെ ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇത് നമ്മൾ നേരിട്ട് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലോഗ് ബോക്സ് സിസ്റ്റത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അവിടെ നിന്ന് അത് ഡയറക്റ്റ്ലി ബാങ്ക് ഏജൻറ്റ് എന്ത് ചെയ്യുന്നു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ചാൻസ് ഓഫ് ഫ്രോഡ് എന്ന് പറയുന്നത് കുറവാണ്. ദെൻ ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മാനുവൽ പ്രിപ്പറേഷൻ ഓഫ് ഡെയിലി ഡെപ്പോസിറ്റ്. നമ്മൾ ഡെയിലി ഇപ്പോൾ കസ്റ്റമേഴ്സ് കൊണ്ടുതരുന്ന ഫണ്ട് മാനുവൽ റെക്കോർഡ്സ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാനുവൽ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ടാണ്. ഈവൻ ടൈനി പേയ്മെൻറ്റ്സ്, സ്മോൾ പേയ്മെൻറ്റ്സ് ഫ്രീക്വൻ്റ്ലി വരികയാണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതെന്താണ്? ഡെയിലി ഡെപ്പോസിറ്റ് നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്യാണ്. കാരണം എന്താ? ബാങ്ക് വഴിയാണിത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ കാലിക്കറ്റുള്ള ബ്രാഞ്ചിൽ നിന്ന് നമ്മളുടെ ഹെഡ് ഓഫീസിൻ്റെ ബ്രാഞ്ചിലേക്കാണ് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഡയറക്റ്റ്ലി അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതിന് വേണ്ട എക്സ്ട്രാ കോസ്റ്റ് അവിടെ ഇൻവോൾവ് ആവുന്നില്ല. ദെൻ ഇറ്റ് പ്രൊവൈഡ് ഏർലി നോളജ് ഓഫ് ഡിസ്ഹോണസ്റ്റ് ചെക്ക്. എന്താ? ചെക്സ് ഡിസ്ഹോണസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏർലി നോളജ് അല്ലെങ്കിൽ ഏർലി നമുക്കത് ഇൻഫോംഡ് ആവുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ഇൻ നേച്ചർ. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. ലോഗ് ബോക്സ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് ഓരോ ഏരിയാസിലും അതിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളത് അതിന് ബുദ്ധിമുട്ടുണ്ട്. ദെൻ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫേംസ്. സ്മോൾ ഫേംസിന് എല്ലാ ഏരിയാസിലും കസ്റ്റമേഴ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എല്ലാ ഏരിയാസിലും കസ്റ്റമേഴ്സ് ഇല്ലാത്തൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ ഏരിയാസിലും പർട്ടിക്കുലർ ഏരിയാസിൽ സ്മോൾ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് മാത്രമുള്ള ഒരു ഏരിയാസിൽ ലോഗ് ബോക്സ് സിസ്റ്റം ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതും എന്തായിരിക്കും? ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് കൂട്ടുന്ന ഒരു ഏരിയ ആണ്. ദെൻ അനദർ മെത്തേഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. A Limited has centralized collection system. The firm has average daily collection of 6 lakh. The company now wants to adopt a logbox system. This will save the company 3 days on collection receipt. Further processing time will also be reduced by 1 day. ഇവിടെ നമുക്ക് നോക്കേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് ലോഗ് ബോക്സ് സിസ്റ്റം ഇല്ലെങ്കിൽ ഇവർക്ക് ഡെയിലി 6 lakh ആവറേജ് ബേസിസിൽ റിസീവ് ചെയ്യുന്നുണ്ട്. ലോഗ് ബോക്സ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്പനിക്ക് അവരുടെ റെസിപ്റ്റ് 3 days വെച്ച്, അതായത് 3 days അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 3 days മുന്നേ അവർക്ക് റിസീവ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. 6 lakh ഡെയിലി ബേസിസിൽ കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റെസിപ്റ്റ് 3 days മുന്നേ റിസീവ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഫർദർ പ്രോസസ്സിംഗ് ടൈം വിൽ ഓൾസോ ബി റെഡ്യൂസ്ഡ് ബൈ 1 day. എക്സ്ട്രാ ഒരു ഡേ കൂടെ കിട്ടുന്നുണ്ട്. പ്രോസസ്സിംഗ് ടൈം കൂടെ അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇത് വെച്ച് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? Reduction in cash balance of firm by use of logbox system.
ലോഗ് ബോക്സ് സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ക്യാഷ് ബാലൻസ് എത്രത്തോളം റെഡ്യൂസ് ചെയ്യാം, നമ്മളുടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാലൻസ് എത്രത്തോളം റെഡ്യൂസ് ചെയ്യാം. ദെൻ ആനുവൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദ പ്രസൻറ്റ് സിസ്റ്റം അസ്യൂമിങ് 6% റിട്ടേൺ ഓൺ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അത് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6% അവിടെ ആനുവൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. ആൻഡ് ഇഫ് ദ ആനുവൽ കോസ്റ്റ് ഓഫ് ദ ലോഗ് ബോക്സ് സിസ്റ്റം ഈസ് 1 lakh, കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് 1 lakh ആണ്. ഇതെങ്ങനെ നമുക്ക് സേവ് ചെയ്യാം? ടോട്ടൽ നമ്മൾ സേവ് ചെയ്യുന്നത് 4 days ആണ്. 3 + 1 4 days. സോ 6 lakh നമ്മൾ ഡെയിലി റിസീവ് ചെയ്യുന്നത് നമുക്ക് 24 lakh ആയിട്ട് അഗ്രിഗേറ്റ്ലി കൂടും. ഓക്കെ, 6 lakh ആണ് ഡെയിലി ബേസിസിൽ കിട്ടുന്നത്. അത് 4 times നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ കിട്ടുന്നുണ്ട്. സോ നമ്മളുടെ ക്യാഷ് ബാലൻസ് എത്ര നമുക്ക് റെഡ്യൂസ് ചെയ്യാം? 24 lakh നമുക്ക് റെഡ്യൂസ് ചെയ്യാം. കാരണം 6 lakh ഒരു ദിവസം കിട്ടുന്നത് നമുക്ക് എത്രയായിട്ട് മാറും? 4 times ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്യാഷ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. എന്നാൽ ഇത് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6% ആണ് അവിടെ എന്ത് വരുന്നത്, റിട്ടേൺ കിട്ടുന്നത്. 24 lakhൻ്റെ 6% എന്ന് പറയുന്നത് 1,44,000 ആണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ ഉണ്ടാകുന്നത്. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇതിൻ്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റും തമ്മിലാണ്. കോസ്റ്റിനേക്കാൾ കൂടുതലാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റെങ്കിൽ ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കാരണം കോസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതിൽ നിന്നുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സേവിങ്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സേവിങ്സ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുക. സേവിങ്സ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതാണ് ലോഗ് ബോക്സ് സിസ്റ്റത്തിനെ കുറിച്ച് എഴുതേണ്ടത്. ഇനി ബാക്കി മെത്തേഡ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.